നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു റബ്ബർ മരം റീപ്പട്ട ടാപ്പിംഗ് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യുമ്പോൾ എ പാനലും ബി പാനലും ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി പാനൽ വരുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ടാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആ എ പാനലും ബി പാനലും നമ്മൾ ശ്രദ്ധിക്കാതെ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കായം വീണ് കഴിഞ്ഞാലും അവിടെ ഒരു മുഴ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് റീപ്പട്ട വെട്ടാനായിട്ടുള്ള വളരെ പ്രയാസമായിരിക്കും. അവിടെ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം ടാപ്പിംഗ് ചെയ്യുന്നവർ എ പാനലും ബി പാനലും നല്ല എത്രയും ഭംഗിയായിട്ട് വെട്ടാമോ അത്രയും ഭംഗിയായിട്ട് നമ്മൾ ടാപ്പിംഗ് ചെയ്യുക. നമ്മൾ തണ്ണിപ്പട്ടയോട് ചേർത്ത് എടുത്തില്ലെങ്കിലും അപ്പോൾ നമ്മൾ തണ്ണിപ്പട്ടയോട് ഒരുപാട് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ ഈ തടിയെ കൊള്ളാൻ കാരണമാകുന്നുണ്ട്. ചെറുതായിട്ട് തടിയെ കൊണ്ടാലും അവിടെ ഒരു മുഴ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നീട് നമുക്ക് റീപ്പട്ട ടാപ്പ് ചെയ്യാൻ വളരെ പ്രയാസമായിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ മരം നോക്കാം. അപ്പം നമ്മുടെ ഈ മരം എ പാനലും ബി പാനലും കഴിഞ്ഞപ്പോൾ സി പാനലാണ്. ഇത് കണ്ട ഇപ്പോൾ നമുക്ക് നല്ല പട്ടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സി പാനൽ നമുക്ക് ടാപ്പിംഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എ പാനൽ കണ്ട ഇപ്പോൾ നമുക്കിവിടെ ഒരു കായം പോലും വീണിട്ടില്ല, കണ്ടില്ലേ, താഴെ വരെ വെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കിതുപോലെ ഇതിൻ്റെ ചിരട്ടക്കറ നമുക്ക് ഈ റബ്ബർ ചിരട്ടക്കറ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇളക്കുന്നതുകൊണ്ട് ചിരട്ടക്കറ കുറവായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ കത്തിയുടെ ഈ സൈഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒട്ടുപാൽ ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് പാല് കുറവായിരിക്കും. പാല് കുറവായതുകൊണ്ട് നമുക്ക് ആദ്യം പിൻകാന കുത്തിയതിന് ശേഷം മുൻകാന വെട്ടിയാലും മതി. ഇപ്പോൾ നമ്മൾ പാലുള്ള സീസണിലൊക്കെ ആണെങ്കിൽ മുൻകാന കുത്തി വെട്ടിയതിന് ശേഷം മാത്രം പിന്നെ വെട്ടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പുറകെ വെട്ടി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പാലൊലിച്ച് വരാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് അതിനൊരു സാവകാശമുണ്ട്, പാല് പെട്ടെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ പിൻകാന കുത്തി കൊടുക്കാം. ഇങ്ങനെ ചെറിയ കഷണങ്ങളായിട്ട് ഞാൻ വളരെ സ്പീഡ് കുറച്ചാണ് കാണിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് മുൻകാന വെട്ടി കൊടുക്കാം. എന്നിട്ട് മുൻകാനെ കൊണ്ടൊന്ന് കുത്തി നിർത്താം. മുൻകാനെ കൊണ്ട് കുത്തുമെന്ന് പറഞ്ഞാൽ തടിയെ കൊണ്ട് കുത്താനല്ല, തടിയെ കൊള്ളാതെ കുത്തി നിർത്തണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് നമുക്ക് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ടാപ്പിംഗ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിവിടെ പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡായി പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്കിവിടെ ടാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എ പാനലും ബി പാനലും വെട്ടി കഴിയുമ്പോഴത്തേക്ക് സി പാനലാകുമ്പോഴത്തേക്ക് ചെറിയ ഈ കായം വീഴുന്നത് കൊണ്ട് പിന്നീട് അവിടെ ടാപ്പിംഗ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ മരം ഷോർട്ടറിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ ഈ റബ്ബർ മരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം അത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലാതെ നമ്മളിപ്പം പെട്ടെന്ന് ഈ റബ്ബർ മരം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം ഒരു 20 വർഷമെങ്കിലും നമ്മൾ ആദായം എടുക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ഈ റബ്ബർ കൃഷി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ മിക്കവാറും ഉള്ള കർഷകരെന്ന് പറയുന്നത് കൂടി വന്ന 10 വർഷമാകുമ്പോഴത്തേക്ക് മുറിച്ച് കളയുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 15 വർഷം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടമാണ്. 15 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന മരങ്ങൾക്കാണ് ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട്. അത് 15 വർഷം കഴിയുമ്പോൾ ഓരോ വർഷവും നമുക്കതൊരു ലാഭമായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.